ഹായ് ഹലോ വെൽക്കം ടു സോഹി സരീന. ഇന്നൊരു ഡേ വ്ളോഗാണ്. രാവിലെ കഴിക്കാൻ ഓവർനൈറ്റ് ഓട്സ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അടുത്തായിട്ടുള്ളൂ കേട്ടോ ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതന്നെയാണ് പണി. ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിച്ചാൽ പോരെ. അത് മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്, പിന്നെ ഹെൽത്തി എന്നൊക്കെയല്ലേ പറയണത് അല്ലേ. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 11:30-12 മണി ആയ സമയത്ത് ഞാൻ 2 ഓറഞ്ച് എടുത്ത് കഴിച്ചിരുന്നു. ഓറഞ്ചിൻ്റെ തോല് പൊളിക്കാൻ നിന്നപ്പോൾ തന്നെ ആൾ ഹാജരായിട്ടുണ്ട്. അപ്പോൾ ഓനും കൊടുത്തിരുന്നു ഒരു ഓറഞ്ച്. ഈ ഒരു സമയത്ത് ഇവിടെ എന്ത് ഫ്രൂട്ടാണോ ഉള്ളത് അതാണ് കഴിക്കൽ. ചിലപ്പം പഴമായിരിക്കും, ചിലപ്പോൾ ആപ്പിളായിരിക്കും, ചിലപ്പം വേറെ എന്തെങ്കിലും ആയിരിക്കും, അങ്ങനെയൊക്കെ. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 1:30-2 മണി ആയ നേരത്ത് ഉച്ചക്കത്തേക്ക് കഞ്ഞി തന്നു. കഞ്ഞീൻ്റെ കൂടെ പയറുപ്പേരി ഉണ്ടായിരുന്നു, കുറച്ച് തൈര് ഉണ്ടായിരുന്നു, പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്പെഷ്യൽ ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു, പിന്നെ അച്ഛൻ്റെ സ്പെഷ്യൽ ഡേറ്റ്സ് ലെമൺ പിക്കിൾ ഉണ്ടായിരുന്നു. എന്ത് ടേസ്റ്റാണെന്നറിയാം. ഇതൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയായിരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ കൈകൊണ്ട് ഞെമിണ്ടി കഴിക്കണം, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അതൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ട് ഒരു 4:30-5 മണിയായ നേരത്ത് കുറച്ച് മുറുക്കും പിന്നെ മോൻ്റെ കുറച്ച് കടലയും ഉണ്ടായിരുന്നു. അതാട്ടോ കഴിച്ചത്. കൂടെ വെള്ളമാണ് കുടിച്ചത്. പിന്നെ ഈ ഒരു ഇടയായിട്ട് ചായപ്പൊടിയൊക്കെ ഒന്ന് നിർത്തി വെച്ചിട്ടുണ്ട്. എത്ര കാലത്തേക്കാണെന്നൊന്നും അറിയില്ല, നോക്കട്ടെ. അതൊക്കെ കഴിഞ്ഞ് ഒരു 9:30-10 മണിയായ നേരത്ത് ഇന്ന് രാത്രി കഴിക്കാൻ ബീഫ് പൊറോട്ടയും കടലക്കറിയാണ്. ബീഫ് പൊറോട്ട കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ പിന്നെയാണ് ഓർമ്മ ഗോതമ്പ് പൊടി കഴിഞ്ഞത്. അതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഈ കടലക്കറി ഞാൻ വീട്ടിലുണ്ടാക്കിയതാട്ടോ. അത് അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നല്ല. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെന്താ, പിന്നെ കിടന്നുറങ്ങി. അതന്നെ.